ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി, അതായത് നടപടിയെടുക്കും, ഗണഗീതം ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരത് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ എളമക്കര സ്കൂളിലെ കുട്ടികൾ പാടിയതിന് നടപടിയെടുക്കണം, ആ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് തിട്ടൂരമിറക്കിയ വിദ്യാഭ്യാസ മന്ത്രി നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നതിനായി ഡൽഹിയിലിരിക്കുകയാണ്. ചോദിച്ചു നോക്കാമല്ലോ എന്താണ് എടുക്കാൻ പോകുന്ന നടപടിയെന്ന് അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിച്ചു. അതുപോലെ തന്നെയാണ് സബ് കമ്മിറ്റി രൂപീകരിച്ച് കത്ത് തയ്യാറാക്കാനായി ഏൽപ്പിച്ചു. ഇതുവരെ കത്ത് തയ്യാറായില്ല. അതായത് ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും തൽക്കാലം ഇത് നടപ്പാക്കുന്നില്ല, ഇംപ്ലിമെന്റേഷൻ ഞങ്ങൾ ഡിലേ ചെയ്യാൻ പോവുകയാണ് എന്ന് CPIയോട്, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാത്ത സർക്കാരാണ് ഇവിടെ നടപടിയെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ വെറുതെ കുറെ പ്രഖ്യാപനം നടത്തുമെന്നല്ലാതെ ഇത് മതേതരമല്ല എന്ന് സ്ഥാപിക്കാനോ ഗണഗീതം പാടിയതിന് നടപടിയെടുക്കാനോ കഴിയില്ല എന്നറിയാം. പിന്നെ ആരെ കാണിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വെറുതെയാണ്. കാരണം ഇതിലൊന്നും കഴമ്പില്ല എന്നറിയാം. പക്ഷേ എതിർക്കണം. RSSനെ നമ്മൾ എതിർക്കണം. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു എന്ന വിശ്വാസം ഉയർത്തി കാണിക്കുന്ന ഒരു വാചകം പറഞ്ഞാൽ എതിർക്കണം. ഇതൊക്കെ എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടില്ല, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിയമപരമായി തന്നെ നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട് എളമക്കര സരസ്വതി വിദ്യാനികേതന്റെ പ്രിൻസിപ്പൽ ഡിൻഡോ. അത് ആർജവത്തോടെയുള്ള നിലപാടാണ്. ആ സ്കൂളിൽ ആ പാടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ തന്നെ സ്മൃതി മാഡം ഇന്ന് ബ്രേക്കിംഗ് അവേഴ്സ് അവതരിപ്പിക്കുമ്പോഴാണ്, അതിനിടയിലാണ് ഞാൻ ആ പ്രതികരണം കണ്ടത്. ആ പ്രതികരണം വന്നല്ലോ, പ്രിൻസിപ്പലിന്റെ പ്രതികരണം എല്ലാ മാധ്യമങ്ങളും ടെലികാസ്റ്റ് ചെയ്തു. അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിച്ച് പിന്മാറേണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇന്ന് ആ നിലപാടെടുത്തിരിക്കുന്നത്.